നിങ്ങൾ എല്ലാവരും പോട്ടെ ഉറപ്പാണ് കൺഫേം അത് നിങ്ങൾ ഒറ്റ കാര്യം പരാതിക്കാണെങ്കിൽ നിന്നെ അടിച്ച കേസിൽ പരാതി എന്റെ ഫ്രണ്ടിൽ വന്നിട്ടില്ല. എന്റെ ഫ്രണ്ടിൽ വന്നിട്ടില്ല. എന്റെ ഫ്രണ്ടിൽ വന്നിട്ടില്ല. ഇപ്പൊ നിനക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി പോലീസ് കാര്യമില്ല. എന്റെ വീട്ടിൽ കേട്ട് ഞാൻ പോലീസിനെ വിളിച്ചു. അതുകൊണ്ട് പോലീസ് വന്നില്ലടാ. വന്നില്ലേ? എന്താ വിഷയം? വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. ആര് പോലീസ്? എന്റെ മക്കളെ ഇപ്പൊ പോലീസുകാരെ വന്നിട്ട് എന്റെ മക്കളെ അടിച്ചത്. ഇപ്പൊ വീഡിയോ ഉണ്ട്. സാറേ രണ്ടാം തൊട്ട് രണ്ടാം തൊട്ട് കേസ് കൊടുത്തത് എല്ലാം മൊത്തം ഒരു അനാവശ്യമില്ല. പോലീസ് മാത്രമേ കാണത്തുള്ളൂ ഇവിടെ കേട്ടാ. ഇവിടെ പോലീസ് മാത്രമേ കാണത്തുള്ളൂ നിന്നെ സംരക്ഷിക്കാൻ. നീ പോലീസിനെ പോടാണ് ഇത് പോടാന്ന് പറയും. ഞാൻ പോലീസിനെ വിളിച്ചത് പേടിച്ചെന്നും അല്ല, പേടിപ്പിക്കാനും അപ്പൊ ഇനി വന്ന് ചീത്ത വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം? പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ പോയതിന് ശേഷം ഇവിടെ ഒരു പാർട്ടി ഇവിടെ കിടക്കും, നൈറ്റ് പാർട്ടി ഇവിടെ കുറച്ചു നേരം ഇവിടെ കിടക്കും. ഇവിടെ കാണും. ഞാൻ പറയാലോ, നിങ്ങളാണെങ്കിൽ നിയമം കയ്യിലെടുക്കുന്ന നല്ല കാര്യം. നിങ്ങളെ വെട്ടിയതിന് പകരമാണെങ്കിൽ അവനെ നമ്മളാണെങ്കിൽ കേസിലെ പ്രതിയാക്കി അവനെ തീർച്ചയായിട്ടും നമ്മളാണെങ്കിൽ ജയിലിൽ വിട്ടാണ്. അവന് ജാമ്യം കിട്ടിപ്പോയി. നമ്മളല്ല, അത് പോലീസല്ല കൊടുക്കുന്നത്. ഞാൻ പറയാം, നമ്മളാണെങ്കിൽ ജാമ്യം കൊടുക്കുന്നതാണെങ്കിൽ പോലീസല്ല. പോലീസ് നിങ്ങൾക്ക് ഇനിയും പരാതി ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും പരാതി ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. ഞാൻ പറയാം, നാളെ ആണെങ്കിൽ നിങ്ങളാണെങ്കിൽ പരാതിയായിട്ട് വരൂ, നമ്മൾ കേസെടുക്കാം. ഞാൻ പറയില്ല, ഇപ്പോൾ ഓൾറെഡി അവൻ ബെയിലായിട്ട് ബെയിൽ ജാമ്യത്തിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ അവൻ വീണ്ടും ആണെങ്കിൽ ഇതേ കുറ്റകൃത്യം ചെയ്യുവാണെങ്കിൽ ബെയിൽ ക്യാൻസലേഷൻ വേണ്ടി നമുക്ക് കൊടുക്കാം. അതോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ നിങ്ങളല്ലേ സാക്ഷികൾ? അവന്റെ കേസ് ലംഘിച്ച് അവന്റെ ചട്ടപരിധികളൊക്കെ ബന്ധിച്ച് നിങ്ങൾ ഇപ്പൊ 5 പോലീസുകാർ ഇവിടെ വന്നു, 5 വണ്ടി പോലീസ് വന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? ഞങ്ങളുടെ വീട്ടിൽ വിറ്റതല്ലാതെ ഈ 2 പോലീസുകാർ ഇവിടെ ആദ്യം വന്ന് നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടില്ല. ഇല്ല, ഈ 4 വണ്ടി പോലീസുകാർ വന്നിട്ട് അവർക്ക് ചട്ടലംഘനമായിട്ട് തോന്നിയില്ല. നമ്മൾ തന്നെ പരാതി കൊടുത്താലേ അത് മാറുകയുള്ളൂ. അവനെ ഉപദ്രവിക്കാനോ വേറെ ഒരാളെ ഉപദ്രവിക്കാനോ തൽക്കാലം പോയി കിടന്നുറങ്ങാം. ഞാൻ പറയുന്നേക്ക്, നിങ്ങൾ തൽക്കാലം പോയി കിടന്നുറങ്ങും. അതിനുശേഷം നാളെ നിങ്ങൾ വാ, നിങ്ങൾ എന്നെ വന്ന് കാണും. നിങ്ങൾ രാവിലെ എന്നെ വന്ന് കണ്ടോ? ഞാൻ അവിടെ ഉണ്ട് രാവിലെ മുതൽ. നിങ്ങളുടെ പരാതി തീർച്ചയായിട്ടും ഞാൻ കേൾക്കുന്നതായിരിക്കും. അത് ആപ്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാനാണെങ്കിൽ എഫ്ഐആർ ഇടുന്നതാണ്. ഞാൻ കണ്ടല്ലോ, ഞാൻ പറയാലോ, കണ്ടതെല്ലാം ഞാൻ കണ്ടു. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക. അപ്പൊ തൽക്കാലം ഇവിടെ കൂടി എന്നിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെല്ലാം വീട്ടിൽ പോ. കഴിഞ്ഞ അവൻ പോയി കിടന്നുറങ്ങിയില്ലേ? പൊക്കോ, വീട്ടിലോട്ട് പൊക്കോ. നിങ്ങൾ പൊക്കോ, നാളെ നമ്മൾ സംസാരിക്കരുത്. പിടിക്കും. നമ്മളിത് കുറെ കണ്ടതാ. നിങ്ങളെന്തായാലും വീട്ടിൽ പോക്കോ. നിങ്ങളെല്ലാം വീട്ടിൽ പോകും. നിങ്ങളെ വീട്ടിൽ പൊക്കോ. നിങ്ങൾ വീട്ടിൽ പൊക്കോ. വീട്ടിൽ പോകും. നിങ്ങളിവിടെ കൂടിയിരിക്കണം.